മലയാളത്തിലെ ജനകീയ സിനിമയുടെ പിതാവ് ജോൺ അബ്രഹാമിൻ്റെ ഓർമ്മദിനമാണിന്ന്. വെറും 4 സിനിമയെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ സിനിമകളൊക്കെ പ്രേക്ഷകൻ്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. ഒരുപക്ഷെ സിനിമയെക്കാളും ഉപരി ആഘോഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ഒരുപാട് പേർ അനുകരിക്കാൻ ശ്രമിക്കുകയും അവരെല്ലാം അപ്പാടെ പരാജയപ്പെടുകയും ചെയ്ത ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അനുകരിക്കാൻ ശ്രമിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒറിജിനലും മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിച്ചത് മൗലികമായിരുന്നില്ല താനും. ജോൺ അബ്രഹാമിൻ്റെ ഓർമ്മകളിലേക്ക്. പിടിച്ചുകെട്ടാനാകാതെ കുതിച്ചുപായുന്ന മനസ്സായിരുന്നു ജോൺ അബ്രഹാമിന്. ജീവിതത്തെ മനോഹരമായ കലാപമായി കണ്ട കലാകാരൻ. പരിമിതികൾക്കുള്ളിൽ നിന്ന് ജോൺ ഒരുക്കിയ സിനിമകൾ എന്നും പാഠപുസ്തകങ്ങളാണ്. തന്റെ രാഷ്ട്രീയവും വിപ്ലവചിന്തയും കൃത്യമായി സിനിമകളിലൂടെ രേഖപ്പെടുത്താൻ ജോണിനായി. കേരളത്തിലെ വികലമായ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള വിമർശനമായിരുന്നു ആദ്യ സിനിമയായ വിദ്യാർത്ഥികളെ ഇതിലെ. സവർണ മേധാവിത്വത്തിനെതിരെയുള്ള അഗ്രഹാരത്തിൽ കഴുതൈ ദേശീയ പുരസ്കാരത്തിനൊപ്പം വിമർശനങ്ങളും ഏറ്റുവാങ്ങി. ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന 3-ാം ചിത്രത്തോടെ മലയാളത്തിലെ വിഖ്യാത ചലച്ചിത്രകാരന്മാരുടെ ശ്രേണിയിലേക്ക് ജോണുമെത്തി. ഏതായാലും പൂർണ്ണ വിശ്രമമാണ് ആവശ്യം. ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. അതിനു മുമ്പ് നമുക്കൊരു പ്രാർത്ഥന നടത്താം. ജനകീയ സിനിമ എന്ന സ്വപ്നത്തിനായി തുടക്കമിട്ട ഒഡേസ സമാന്തര സിനിമാ കൂട്ടായ്മയിലൂടെയാണ് ജോൺ അവസാന ചിത്രമായ അമ്മയറിയാൻ സാക്ഷാത്കരിച്ചത്. കയ്യകുത്തി പൊങ്ങടാ, നിനക്ക് അടിക്കാൻ അറിയാലേ. മൂന്ന് ഡോക്യുമെന്ററികളും ജോൺ സംവിധാനം ചെയ്തു. കോഴിക്കോട്ടെ പണിതീരാത്ത ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്ന് വീണ് അപ്രതീക്ഷിതമായി മരിക്കുമ്പോൾ പ്രായം വെറും 49. എഴുതപ്പെടാത്ത നിരവധി കഥകളും ചിത്രീകരിക്കാത്ത അനവധി ഫ്രെയിമുകളും ബാക്കിവെച്ച് കടന്നുപോയ ജോണിന്റെ ഓർമ്മകൾക്ക് 24ന്റെ പ്രണാമം. റിസർച്ച് ഡെസ്ക് 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.